ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മതയും തഖ്വയുള്ളവരുമായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാന്റെ അൽ അസ്മാഉൽ ഹുസ്ന, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വർത്തമാനങ്ങൾ നമ്മൾ ഏതാനും ഖുത്ബകളിൽ പറഞ്ഞിരുന്നു. അള്ളാഹു പരിചയപ്പെടുത്തിയതിന് പ്രകാരം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത്തരം പഠനങ്ങളുടെ, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുള്ള പഠനങ്ങളുടെ ലക്ഷ്യവും അത് മുഖേന നമ്മൾ കൈവരിക്കുന്ന നേട്ടവും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത്തരത്തിലൊരു തുടർച്ചയാണ് അള്ളാഹുവിനെ കുറിച്ച് റഹ്മാനും റഹീമും അൽ ഗഫൂറും ഒക്കെ പോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കൂടുതൽ ആവർത്തിക്കുന്ന ഒരു പ്രയോഗം അൽ അസീസാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത് പറയുന്നത്, ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ചുറ്റിനും നടക്കുന്ന കുറേ കാര്യങ്ങളെ, പ്രത്യേകിച്ചും ലോകതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും പുതിയ മാറ്റങ്ങൾ, ഒരു മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മളൊക്കെ നേരിടുന്ന വലിയ അസ്തിത്വ പ്രതിസന്ധികൾ, ഈ കഷ്ടനഷ്ടങ്ങളെയൊക്കെ ശരിക്കും നമ്മൾ എവിടെയാണ് വരവ് വെക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെ ഏറ്റവും പരാമർശം അർഹിക്കുന്ന ഒരു പടച്ചവന്റെ സിഫത്താണ് അൽ അസീസ്.
ഇസ്സത്തുള്ള പടച്ചതമ്പുരാൻ. അൽ അസീസ്. അൽ അസീസ് എന്നുള്ളതിന്റെ മലയാള അർത്ഥം ഒരുപക്ഷെ നമ്മൾ ശക്തിമാൻ, പ്രതാപവാൻ, അന്തസ്സുള്ളവൻ, എല്ലാവർക്കും അഭയം കൊടുക്കാൻ സാധിക്കുന്നവൻ എന്നൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഒരുമിച്ച് വിശദീകരിച്ചാൽ മാത്രം പറയാവുന്ന ഒരു പദമാണ്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പദപ്രയോഗം എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന ഈ ഇസ്സത്ത് ഇസ്ലാമിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്, പരിശുദ്ധ റസൂലിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒപ്പം മുഅ്മിനുകളിലേക്ക്, ഇതിന്റെ ശേഖരണ വിതരണ രീതി എന്ന് പറയുന്നത് പടച്ചവന്റെ ഇസ്സത്തിനോടൊപ്പം നിൽക്കുന്ന കൂട്ടർ എന്നുള്ള നിലക്കുള്ള ആ പ്രതാപവും അന്തസ്സും ശക്തിയുമൊക്കെ നിങ്ങൾക്ക് കൈവരുവാൻ, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള അവസരം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റൈലാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ് ഞാൻ ഖുത്ബയുടെ ആമുഖത്തിൽ ഓതിയത്. മദീനയില് നമുക്കറിയാം അൻസാറുകളുടെ നിർലോഭമായ പിന്തുണ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ വരാനും അതോടൊപ്പം കൂടെ വന്ന മുഹാജിറുകൾക്ക് വലിയ കാലതാമസമൊന്നുമില്ലാതെ ഒരു സെറ്റിൽമെന്റിന് സാധിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യക്ഷത്തിൽ അവരെ അംഗീകരിക്കാൻ നിർബന്ധിതരായിരുന്നു. ഇസ്ലാമിലെ ഉൾക്കൊള്ളാതെ അവർക്ക് നിർവാഹമില്ലായിരുന്നു. ഇത് യാഥാർത്ഥ്യമായിരിക്കെ അവര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഒരു യുദ്ധ സന്ദർഭത്തിലാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ പറഞ്ഞ് മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ചില സ്വഹാബിമാർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി. മുഹാജിറുകളും അൻസാറുകളിലും പെട്ട സ്വഹാബിമാർക്കിടയിൽ തർക്കം ഉണ്ടാകുക എന്നുള്ളത് അത് ഉണ്ടാകാൻ പാടില്ലാത്തൊന്നുമല്ല. മനുഷ്യരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തർക്കം ഉണ്ടാവും. പക്ഷെ ഈ സന്ദർഭത്തെ പുറമേയുള്ള ആളുകൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ സാഹോദര്യ ബന്ധത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട് ഒരു ബന്ധത്താൽ അൻസാറുകളും മുഹാജിറുകളും എന്ന സ്ഥാനപ്പേരിന് ലബ്ധി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചവർ, അവരിൽ ഈ ചെറിയൊരു വീഴ്ച വന്നപ്പോൾ തന്നെ മുനാഫിക്കുകൾ അവിടെ കയറി. മുനാഫിക്കുകൾ പറഞ്ഞു, അല്ലെങ്കിലും അഭയം കൊടുത്ത നമ്മുടെ നാട്ടിൽ പറയുന്നു, പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ആരാണോ അതുവരേക്കും സംരക്ഷിച്ചത് അവരെ തിരിഞ്ഞു കൊത്തി. ഇപ്പൊ അൻസാറുകളായ നമ്മളെ, മദീനക്കാരായ നമ്മളെ, യസ്രിബുകാരായ നമ്മളെ ഈ മക്കയിൽ നിന്ന് വന്ന ഈ മുഹാജിറുകൾ ഇവരല്ലെങ്കിലും ഇങ്ങനെയാണ് എന്ന ഒരു തെറ്റായ ഒരു ആഖ്യാന നിർമ്മിതി, അതായത് അവർക്കിടയിലുള്ള ഒരു സംസാര വിഷയം അവിടെ അവതരിപ്പിച്ചു. എന്നല്ല, അവരിൽ ചില ആളുകൾ, പ്രത്യേകിച്ചും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ പിണിയാളുകളായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, മുനാഫിക്കുകളുടെ നേതാക്കൾ. ഇത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുനാഫിക്കുകൾ എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമൂഹത്തിലെ ഒരു കാറ്റഗറിയാണ്. വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തെ കയ്യൊഴിയുന്ന ആളുകളാണ് അവർ. അവർ പറഞ്ഞു അത്രേ, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മദീനയിൽ തിരിച്ചു ചെല്ലട്ടെ. ലഇൻ റജഅനാ ഇലൽ മദീന, മദീനയിലേക്ക് ഞങ്ങൾ തിരിച്ചു ചെന്നാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, ഇസ്സത്തുള്ള കൂട്ടർ നിന്ദ്യരായവരെ അവിടെ നിന്ന് പുറത്താക്കും. ആരാണ് ഇസ്സത്തുള്ളവർ? ഞങ്ങൾ മദീനക്കാർ. ആരാണ് നിന്ദ്യർ? നിങ്ങൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് ഹിജ്റ ചെയ്ത് ഇങ്ങോട്ട് വന്നവർ. ഇത് അവരുടെ കൂട്ടത്തിലെ ഒന്നോ രണ്ടോ പേർ സംസാരിച്ച വിഷയമാണ്.
വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേർ സംസാരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങൾ പലയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശകലനത്തിന് വിധേയമാക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തു കുറിക്കുന്ന സന്ദർഭമാണ് ഇസ്സത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഞങ്ങൾ പ്രതാപികൾ, ഞങ്ങൾ അധികാരമുള്ളവർ, ഞങ്ങൾ സംരക്ഷണം കൊടുത്തവർ, ഞങ്ങളുടെ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കേണ്ടവർ എന്നൊക്കെയാണ് ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ കുറിച്ചുള്ള മനോഭാവമെങ്കിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് യഥാർത്ഥത്തിൽ വലില്ലാഹിൽ ഇസ്സ, ഇസ്സത്ത് അവകാശപ്പെടാൻ പറ്റുന്ന അള്ളാഹുവിനാണ്. വലി റസൂലിഹി അവന്റെ റസൂലിനാണ്. വലിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്കാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷെ മുനാഫിക്കുകൾക്ക് ഈ ഇസ്സത്ത് എന്നുള്ള സാധനം തിരിയൂല. ഇസ്സത്ത് എന്നുള്ളത് തിരിയൂല. അറബി ഭാഷയിൽ അൽ അസീസ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുജീറു വലാ യുജാറു അലൈഹി എന്നാണ് അതിനർത്ഥം. അല്ലദീ യുജീറു എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കുന്നവൻ, വലാ യുജാറു അലൈഹി അവനെതിരെ സംരക്ഷണം ആർക്കും ഒരുക്കാൻ പറ്റാത്തവൻ. അതായത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പടച്ചവൻ ഒരു സംഗതി തീരുമാനിച്ചു, ഒരാളെയും ഒരു സമൂഹത്തെയും ഒരു കൂട്ടരെ കണ്ടിട്ട് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ പ്രതിരോധം തീർത്താലും അങ്ങനെ ഒരു സംരക്ഷണം കൊണ്ട് ആ കൂട്ടരെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാത്തവർ, അത്ര വലിയ ഇസ്സത്തിനുടയവൻ. ഇതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അൽ അസീസ് എന്നുള്ള പടച്ചവന്റെ മഹത്വമേറുന്ന, പ്രതാപമുള്ള, അതല്ലെങ്കിൽ പുതിയ കാലത്ത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു ഡിഫെൻസീവ് മൈൻഡ്, അതല്ലെങ്കിൽ ഒരു പിന്നോട്ടുള്ള നിൽപ്പ് എന്നുള്ളൊരു നിൽപ്പാണെങ്കിൽ നിങ്ങളെ പരിശോധിക്കണം എന്ന് നമ്മളോട് പറയുന്ന വിശുദ്ധ ഖുർആനിലായത്. ഇസ്സത്ത് ആർക്കാണുള്ളത്? ഈ ലോകത്ത് പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും വലിയ ശക്തി പ്രദർശനമാണ് ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലം നമ്മൾ കണ്ടത്. എന്താണ് 2 കൊല്ലം കണ്ടത്? ഈ ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഖരങ്ങൾ ഒരു സമൂഹത്തിനുമേൽ തൊടുത്തുവിടുന്ന, അതല്ലെങ്കിൽ അവരെ പ്രത്യക്ഷത്തിൽ നശിച്ച സമൂഹമാണത്. നശിപ്പിക്കപ്പെട്ടു എന്ന് ഇവിടെയുള്ളവർ പണി കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തത് കണ്ടില്ലേ എന്ന് ലോകത്ത് മുസ്ലിമുകളെ നോക്കിക്കൊണ്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ടും ഒക്കെ അവരോടുള്ള കെറിവ് തീർക്കാൻ വേണ്ടി ഇത് പറയുന്നവർ, അവർ പറയുന്നത് കണ്ടില്ലേ, മൈറ്റ് ഈസ് അവേഴ്സ്. മൈറ്റ്, ഓൾ മൈറ്റി എന്നാണല്ലോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. അൽ അസീസ് എന്നുള്ളതിന് ഓൾ മൈറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഞങ്ങളുടെ മൈറ്റ്, ഞങ്ങളുടെ പവർ, ഞങ്ങളുടെ ശക്തി, അതാണ് ഈ ലോകത്ത് മുഴുവനുള്ളത് എന്ന് വിചാരിച്ച് നടക്കുന്ന മനുഷ്യരുള്ള കാലമാണ്. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത് അനൽ അസീസ്, ഞാനാണ് അസീസ്. ഈ വിശ്വാസമില്ലാത്ത പക്ഷം ഒരു വിശ്വാസിക്ക് കൂടുതൽ ഇസ്സത്ത് തേടി പോകേണ്ടി വരുമ്പോ അയാൾ എത്തിപ്പെടുന്ന കൂട്ടമാണ് യഥാർത്ഥത്തിൽ നിഫാഖിന്റെ കൂട്ടം. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിക്കുകൾക്ക് ഈ ഇസ്സത്ത് മനസ്സിലാക്കുക സാധ്യമല്ല എന്നാണ് പടച്ചോൻ പറയുന്നത്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് നേർസാക്ഷ്യവും അതിന്റെ നേർക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. എന്താണ് ഇസ്സത്തിന്റെ മാനദണ്ഡം? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നഹ്നു ഖൗമുൻ, നമ്മളൊരു ഖൗമാണ്. എങ്ങനത്തെ ഖൗമ്? അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാമിനെ കൊണ്ട് ഇസ്സത്ത് നൽകിയ ഖൗമാണ്. മഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി അദല്ലന അല്ലാഹ്. ഈ ഇസ്സത്ത് ഇസ്ലാം കൊണ്ട് അല്ലാഹു നൽകിയിരിക്കെ ഇസ്സത്ത് ഇസ്ലാം വെച്ച് നേടാതെ മറ്റു പല സംഗതികൾ കൊണ്ടും ഇസ്സത്ത് നേടാമെന്നൊരു കൂട്ടർ തീരുമാനിച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണം ഞങ്ങളുടെ കയ്യിലാണുള്ളത്, ലോകത്തിലെ ആഡംബര സൗകര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലാണുള്ളത്, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സൈന്യവും ആയുധ ശേഖരവും ഞങ്ങളുടെ കയ്യിലാണുള്ളത്, ഇതാണ് വീമ്പ് പറച്ചിലിന്റെ മാനദണ്ഡമെങ്കിൽ മഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി അദല്ലന അല്ലാഹ്. ഏതൊരു അള്ളാഹുവാണോ നിങ്ങൾക്ക് ഇസ്സത്ത് തന്നത്, ആ അള്ളാഹു തന്നെ നിങ്ങൾക്ക് ദില്ലത്ത് തരാൻ,
നിന്ദ്യത തരാൻ, നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ, നിങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ പരിചയപ്പെടുത്തലുകൾ ഖുർആൻ ഓതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ മനസ്സിലാകും. ഒട്ടനവധി ആയത്തുകൾ, നൂറുകണക്കിന് ആയത്തുകൾ അസീസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോ അള്ളാഹ് ഉപയോഗിക്കുന്നത് ഇന്നഹു ലകിതാബുൻ അസീസ്, ഇന്നഹു ലകിതാബുൻ അസീസ്, ഇസ്സത്തുള്ള കിതാബാണിത്. ഈ കിതാബിനെ കുറിച്ച് പറയുന്നത് ഇസ്സത്തുള്ള കിതാബാണ്. ഈ കിതാബിന്റെ ഇസ്സത്ത് ഇത് കയ്യിലെടുക്കുന്നവർക്കും ഇത് പാരായണം ചെയ്യുന്നവർക്കും ഇത് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതിന്റെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കും വേണം. അപ്പോഴാണ് ഇന്നഹു ലകിതാബുൻ അസീസ്, ഈ അസീസായ കിതാബ് ഇറക്കിയവൻ ആരാണ്? അൽ അസീസാണ്. അറബി ഭാഷയിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. അസീസ് എന്നുള്ളതിനോടൊപ്പം അലിഫ്ലാം, അതല്ലെങ്കിൽ ഏത് സംഗതിയോടൊപ്പം അലിഫ്ലാം ചേരുമ്പോ അതൊരു ഡെഫിനിറ്റ് ആയ സംഗതിയായിട്ട് മാറും, പ്രത്യേകമായൊരു കാര്യമായിട്ട് മാറും. അതായത് കേവലം ശക്തിമാനല്ല. തൻസീലുൽ അസീസ് അൽ ഹക്കീം, തൻസീലുൽ അസീസ് റഹീം, സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം. അൽ അസീസ്, ഏറ്റവും പ്രതാപിയായ അള്ളാഹു. ഇത് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ലോകത്തെ ഒരു ഭരണകൂട വ്യവസ്ഥകളെ പരിചയപ്പെടുമ്പോൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇസ്സത്ത് എന്താണ്? ഇസ്സത്തിന്റെയും നിന്ദ്യതയുടെയും മാനദണ്ഡം. നമ്മൾ ഏറ്റവും കൂടുതൽ ബേജാറാകുന്നതോ അതല്ലെങ്കിൽ നമുക്ക് അരക്ഷിതമായൊരവസ്ഥ ബോധ്യപ്പെടുന്നതോ എന്താണ്? ഇസ്സത്തിന്റെ മാനദണ്ഡം. അതായത് ഞങ്ങളാണ് ലയുഖ്രിജന്നൽ, ഞങ്ങളാ പുറത്താക്കുക. ഇപ്പൊ ഈ SIR ഒക്കെ നടക്കുമ്പോൾ നമുക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ചർച്ച അതാണ്. NRCയുടെയും CAAയുടെ ഒക്കെ കാലത്തുണ്ടായിരുന്ന ഒരു ചർച്ചയാണ്. ഞങ്ങളാ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്ത് തരണേ? പൗരത്വം തരേണ്ടത്. അതായത് കൊടുക്കണ കുറച്ച് പേരുണ്ടാവും, വേറൊരു കൂട്ടർ വാങ്ങുന്നവരുണ്ടാവും. ഈ കൊടുക്കാനും വാങ്ങാനും മനുഷ്യരാര്? അള്ളാഹു കൊടുത്തതും അള്ളാഹുവിനാൽ കിട്ടിയത് വാങ്ങിയതുമല്ലാത്ത മനുഷ്യരാരാണുള്ളത്? ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് പരീക്ഷണം ഉണ്ടാവും. പക്ഷെ വിശ്വാസി ഒരിക്കലും മറ്റുള്ള ഒരുത്തന്റെ ഭിക്ഷയാണ് താൻ കഴിക്കുന്നതെന്ന് ഒരിക്കലും അതിനെക്കുറിച്ച് കരുതുന്നില്ല. വിശ്വാസിക്ക് അതുകൊണ്ട് ഏതോ ഒരാൾ തരുന്ന, ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് പൗരത്വം കിട്ടുന്നത് ഏതോ ഒരുത്തന്റെ ഒരു ഔദാര്യമാണെന്ന് കരുതുന്നുണ്ടോ? ലോകത്ത് അങ്ങനെയാണോ പൗരത്വം? മനുഷ്യത്വമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കൂട്ടരുടെ, ഇവിടുന്ന് കുറെ പേര് പൗരത്വം ഉപേക്ഷിച്ച് അപ്പുറത്തേക്ക് വേറെ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പൗരത്വം തന്നെ വേറൊരു കൂട്ടർ നമുക്ക് ഭിക്ഷ തരുന്നതാണ്, ഔദാര്യം തരുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എറിഞ്ഞു തരുന്നതാണ്. അങ്ങനെയാണോ കരുതുന്നത്? അങ്ങനെയല്ല. ഖുർആൻ പറയുന്നതാണ് യഖൂലൂന ലഇർ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും. ഇതെല്ലായിടത്തും ഉള്ളതാണോ? ഇത് മുനാഫിക്കുകളും പറഞ്ഞിട്ടുണ്ട്. വഖാലല്ലദീന കഫറു, കാഫിറുകളും പറഞ്ഞിട്ടുണ്ട്. വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, കാഫിറുകളായവർ പ്രവാചകന്മാരോട് പറഞ്ഞു ലനുഖ്രിജന്നകും മിൻ അർളിനാ, നിങ്ങളെ നമ്മൾ പുറത്താക്കും. ഈ പുറത്താക്കും എന്നുള്ള പേടിയും ലോകത്തിന്റെ ചരിത്രം ഇതാണ്. അതല്ലാതെ 2002 SIRന്റെ ഇതിന്റെ ഇല്ലാതായി പോയതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നം നല്ലത്. ഇതൊരു ടൂളാണ്. 1948 ദേർ യാസീൻ കൂട്ടക്കൊലയോടുകൂടി തുടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിനും സ്ഥാപനത്തിനും ശേഷം തുടങ്ങുന്ന ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷം ഏകദേശം ഒരു 8 ലക്ഷത്തോളം ഫലസ്തീനികളെ ഒരു 2 മാസം കൊണ്ട് അവിടുന്ന് പായിച്ച കൂട്ടക്കൊലയാണ് ദേർ യാസീൻ കൂട്ടക്കൊല. നിങ്ങൾ ആലോചിക്കണം, എന്തായിരുന്നു ഇവര് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക? ഒരു രാജ്യം അവിടെ കിട്ടി, അവിഹിതവും അതല്ലെങ്കിൽ ആയിട്ടൊക്കെയാണ് ഒരു രാജ്യം കിട്ടിയതെങ്കിൽ അത് വെച്ച് തൃപ്തിപ്പെടില്ല ചെയ്യുക. വീണ്ടും ഐക്യരാഷ്ട്രസഭ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ലോകത്ത് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. എങ്കിൽ 55ഉം 45ഉമായി UN നിശ്ചയിച്ച ഈ പരിധിയിൽ ഒതുങ്ങിയിട്ട് ഇസ്രായേൽ അവിടെ നിൽക്കുക, അങ്ങനെയാണോ സംഭവിക്കുക? അല്ല. കാരണം ഇതൊരു മനോഭാവത്തിന്റെ പേരാണ്. ഈ മനോഭാവത്തിന്റെ കാലത്ത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും പള്ളി പൊളിക്കുന്ന അല്ലെ, നിങ്ങളുടെ പള്ളി പൊളിക്കും, നിങ്ങളുടെ വഖഫ് എടുക്കും. ഇതിനെക്കുറിച്ച് ഇത് എവിടെയാണ് വിശ്വാസി വരവ് വെക്കേണ്ടത്?
വിശ്വാസി ഇതിനെ വരവ് വെക്കേണ്ടത് വല്ലാഹു അസീസുൻ ദുൻതിഖാം, വല്ലാഹു അസീസുൻ ദുൻതിഖാം വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ. അള്ളാഹു ഇതിനെക്കുറിച്ച് അശ്രദ്ധനാണ്, പടച്ചോന് ഇതൊന്നും അറിയില്ല, ഇവന്മാരൊക്കെ കുറെ നിയമമുണ്ടാക്കി ഇതൊക്കെ പാസ്സാക്കി പോയതാണ്, ഇങ്ങനെ കരുതരുത്. വിശ്വാസി ഇതിനെ വരവ് വെക്കേണ്ടത് ശരിയാണ്, പരീക്ഷണ ഘട്ടമാണ്. പക്ഷെ വിശ്വാസി ഇസ്സത്തോടുകൂടി ഇതിനെ അഭിമുഖീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇസ്സത്തോടുകൂടി അഭിമുഖീകരിക്കാൻ ബാധ്യസ്ഥനാണ്. പേരിടാൻ പോലും ആളുകൾ, മുസ്ലിം പേരുകൾ ഇടാൻ പോലും അറച്ചും മടിച്ചു നിൽക്കുന്ന കാലമാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ മകന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അവന് അഭിലാഷ് എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. അപ്പൊ ഒന്നുമല്ല, വെറുതെ അഭിലാഷിന് എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവന്റെ ചോദ്യം. അഭിലാഷിനൊന്നും പ്രശ്നമില്ല, ആഗ്രഹം എന്നാണ് അതിനൊക്കെ അർത്ഥം. പക്ഷെ ഇത് ഇടുന്നതിന്റെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം പേര് പ്രശ്നമാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ കൂട്ടത്തിലൊരു അബ്ദുള്ള ഉണ്ട്, പാസ്പോർട്ടിൽ അഭിലാഷ് അബ്ദുള്ള ആണ്, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണ് നിങ്ങൾ ഇസ്സത്തിനെ, നിങ്ങൾ എവിടെയെങ്കിലും അതല്ല വേറെ എവിടെന്നെങ്കിലും ഇസ്സത്ത് വരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇല്ല, ഈ ലോകത്ത് അങ്ങനെയില്ല. കാരണം അൽ അസീസിനൊപ്പം പടച്ചവനെ പരിചയപ്പെടുത്തുന്ന ചില സിഫത്തുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്തെ എല്ലാ അസീസുമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 50 ഇടങ്ങളിൽ അൽ അസീസിനൊപ്പം പറയുന്ന കാര്യമാണ് അൽ ഹക്കീം. അൽ അസീസുൽ ഹക്കീം അല്ലെ? നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. അൽ അസീസുൽ ഹക്കീം. ഇസ്സത്തുള്ളവർക്ക് എന്ത് വേണം? ഹിക്മത്ത് കൂടി വേണം. അസീസായവർ ഹക്കീമാകുന്നതിന്റെ പൂർണ്ണമായ രൂപം പടച്ചവന്റെ അടുത്തേ ഉള്ളൂ. ഈ ലോകത്ത് ഇസ്സത്ത് കയ്യിലുള്ളവർക്ക് ഹിക്മത്ത് ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അധികാരം കയ്യിലുള്ളവർ എങ്ങനെയാണ് സൃഷ്ടികളോട് അതല്ലെങ്കിൽ തങ്ങളുടെ സഹജീവികളോട് പെരുമാറേണ്ടത് എന്നും അവരോട് വർത്തിക്കേണ്ടതിന്റെ രാഷ്ട്രീയവും ഭാഷയും എന്താകണം എന്നുള്ളത് തീരുമാനിക്കുന്നിടത്തോ അതല്ലെങ്കിൽ നേരത്തെ തന്നെ അവരുടെ കെറിവ് തീർക്കാനുള്ള തീരുമാനത്തിന്റെ പുറത്ത് വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന പ്രശ്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്സത്തുള്ള അൽ അസീസ് അൽ ഹക്കീം. അതുകൊണ്ട് പടച്ചവൻ അൽ അസീസാണ്. പടച്ചവന്റെ ശക്തി, പടച്ചവന്റെ അജയ്യ സ്വഭാവം, പടച്ചവന്റെ പ്രതാപം, ഇത് വെച്ച് പടച്ചവൻ ഹിക്മത്തിനെതിരായി പ്രവർത്തിക്കുന്നില്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ അക്രമിക്കും എന്ത് ചെയ്യും? പടച്ചവൻ തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കും. ഏത് അക്രമ വ്യവസ്ഥകൾക്കും തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കും. ഏത് ജനസമൂഹത്തിനും അവസരം കൊടുക്കും. ആ ജനസമൂഹങ്ങൾ തങ്ങളുടെ വാഴ്ചയെയും വീഴ്ചയെയും നിശ്ചയിക്കുന്നത് പടച്ചവൻ കൊടുക്കുന്ന ഈ കാലാവധി അനുസരിച്ചായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും അജലുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സമയമുണ്ട്. അത് പടച്ചവന്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അൽ അസീസുൽ ഹക്കീം. അൽ അസീസുൽ ഹക്കീം എന്ന പ്രയോഗം പോലെ പടച്ചവൻ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് അൽ അസീസുൽ ഗഫൂർ. അൽ അസീസുൽ ഗഫൂർ. ഇസ്സത്തുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂ. അത് പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അത്തരത്തിലൊരു വിശദാംശവും വിശദീകരണവും ചേരുള്ളൂ. ഈ ലോകത്തെ ഇസ്സത്തുള്ളവർ പുറത്തു കൊടുക്കാൻ സാധാരണഗതിയിൽ ഇസ്സത്തുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ആപേക്ഷികമായ ഇസ്സത്താണ്. പക്ഷെ പടച്ച തമ്പുരാൻ അൽ അസീസ് ആയതുകൊണ്ട് അൽ ഗഫൂർ പുറത്തു കൊടുക്കാൻ സന്നദ്ധനാണ്. ഈ ലോകത്തെ മനുഷ്യരോടുള്ള പടച്ചവന്റെ യഥാർത്ഥ വികാര വായ്പ കിടക്കുന്നത് റഹ്മത്തിൽ അധിഷ്ഠിതമായ വികാരമായതുകൊണ്ട് അൽ അസീസ് അൽ ഗഫൂർ. ഈ ലോകത്ത് അവർ പാപമോചനത്തെ ഇരക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാനം വരേക്ക്, ഒരു ജനസമൂഹത്തിന് അവരുടെ ഭാഗധേയം നിശ്ചയിക്കാൻ പറ്റുന്ന അവധി വരേക്ക് പടച്ചവൻ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കാൻ അൽ അസീസുൽ ഗഫൂർ. വേറൊരു ഭാഗത്ത് പടച്ചവൻ പറയുന്നു അൽ അസീസുൽ ഹമീദ്. അൽ അസീസുൽ ഹമീദ്. അല്ലാഹു ഇസ്സത്തും അതോടൊപ്പം തന്നെ ഹംദും ഒരേപോലെ കയ്യിൽ വെക്കുന്ന. ഹംദ് നമുക്കറിയാം, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പടച്ചവനോട് പറയുന്നത്. അശ്കുറു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ല പറയുന്നത്, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പടച്ചവനോട് ഹംദ് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. മനുഷ്യരോട് പറയുന്ന കാര്യമാണ് ശുക്ർ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തിരിച്ചയാളോട് പറയും ശുക്രൻ, മറ്റയാൾ പറയും അഫ്വാൻ. മനുഷ്യരോട് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്ന സംഗതിയാണ് നന്ദി.
പക്ഷെ പടച്ചവനോട് നന്ദി കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല, പടച്ചവൻ എന്താണോ വിധിച്ചത്. ഇന്ത്യയില്, കേരളത്തില്, ഈ നാട്ടില് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളോ അതല്ലെങ്കിൽ വരാൻ നമ്മുടെ ഈ ചില്ലറ തർക്കങ്ങൾക്ക് അപ്പുറമായിട്ടൊരു ആകാശമാന കാഴ്ച നമുക്കുണ്ടാവണം, ഒരു ഏരിയൽ വ്യൂ ആണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? പടച്ചവന്റെ ഇസ്സത്ത്, ഈ ലോകത്ത് മനുഷ്യർ അവർക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യവും അവർക്ക് പടച്ചവൻ കൊടുത്ത ഇസ്സത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പടച്ചവൻ പറയുന്ന ഒരു കാര്യമാണ്. പടച്ചവൻ ഈ ലോകത്ത് വാഴ്ച കൊടുക്കുന്നതും വീഴ്ച കൊടുക്കുന്നതും മനുഷ്യർക്ക് ക്ഷാമം കൊടുക്കുന്നതും ക്ഷേമം കൊടുക്കുന്നതൊക്കെ പടച്ചവന്റെ തീരുമാനം അനുസരിച്ചാണ്. ശത്രുക്കൾക്കുള്ള അധികാരത്തിന്റെ സമയം കൊടുക്കുന്നതും പടച്ചവന്റെ തീരുമാനം അനുസരിച്ചാണ്. അതുകൊണ്ട് വിശ്വാസി ഇതിനെ അൽ അസീസുൽ ഹമീദ്, ഹംദിന്റെ ഭാഗത്തിൽ വരവെക്കണം. പടച്ചവൻ നമുക്ക് വേണ്ടി വിധിച്ച ഈ സന്ദർഭത്തിൽ ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി വിശ്വാസിയായി ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണെന്നുള്ള ബോധം എൻ്റെ ഒരു തരത്തിലുള്ള ഒരു അവജ്ഞയോടുകൂടിയോ അതല്ലെങ്കിൽ അവഗണനയോടുകൂടിയോ അല്ല ഇസ്ലാമിനെ സമീപിക്കേണ്ടത്. ഒരു അപകർഷാബോധവും എന്നെ പിന്തുടരേണ്ടതോ അതല്ലെങ്കിൽ എന്നെ ബാധിക്കേണ്ടതോ ഇല്ല എന്നൊരു വിശ്വാസി കരുതുമ്പോഴാണ് പടച്ചവന്റെ ഇസ്സത്തിന് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്കുള്ള ഇസ്സത്തും നമുക്ക് ലഭ്യമാകും. നമ്മുടെ മക്കൾ അങ്ങനെയാണ് വളർത്തേണ്ടത്. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം അവരതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി, അതല്ലെങ്കിൽ തലപൂഴ്ത്തി വെക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ചുറ്റും ഒന്നും സംഭവിക്കുന്നില്ല എന്ന ധാരണയോടുകൂടി മറ്റേതോ നിരർത്ഥകമായ ജീവിതം ജീവിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ ഇസ്സത്ത് നമ്മൾ പഠിപ്പിക്കണം. ഈ ഇസ്സത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കേണ്ടി വരും, ഈ ജീവിതത്തിൽ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ മരിക്കേണ്ടി വരും. ഈ മരണം പോലും നിങ്ങൾ ഇസ്സത്തോടുകൂടിയാകുമ്പോൾ അതിന്റെ പേരിന് പറയുന്ന പേരാണ് ഷഹാദത്ത്. ആ മാർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൊണ്ടാണ് ഷഹാദത്ത്, ജീവിച്ചിരിക്കുമ്പോഴും ഷഹാദത്തുണ്ട്, മരണപ്പെടുമ്പോഴുള്ള അവസാനത്തെ ആ മരണവേളയെക്കുറിച്ചും ആ ഷഹാദത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടാനുള്ള കാരണം. മറ്റൊന്ന് അൽ അസീസുർ റഹീമാണ്, റഹ്മത്തുള്ള ഇസ്സത്തുള്ള പടച്ചവന്റെ വിശദീകരണം. ഇപ്പോ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പുതിയ പ്രതിസന്ധി കാലത്ത് ഇപ്പൊ നമ്മള് ഡിസംബർ സാധാരണഗതിയിൽ ഈ പള്ളികളെ കുറിച്ച് ബാബരി മസ്ജിദിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പൊ ബാബരി മസ്ജിദ് പറയാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം ആളുകള് എന്താണ് ഇസ്സത്ത്? കോടതി പറഞ്ഞു ഇപ്പുറത്തെ ഭാഗത്ത് പറഞ്ഞതൊക്കെ തെറ്റ്, ചെയ്തത് തെറ്റ്, അവിടേക്ക് പോകാൻ പാടില്ല അത് തെറ്റ്, അക്രമികൾ തകർത്തത് തെറ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്തോ വലിയ ഒരു ഫേവറായ വിധി വരാൻ പോകണം, എന്തോ നല്ലൊരു വിധി വരാൻ പോകണം. കാരണം അലഹാബാദ് കോടതി വിധിച്ചത് ഇത് 3 വിഭജിക്കണമെന്നാണ്. അതിന്റെ പേരിലാണ് പേഴ്സണൽ ലോ ബോർഡ് അതിൽ അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി പോയത്. അപ്പൊ സുപ്രീം കോടതി അവിടെ നിന്ന് വിധിച്ചത് ഓക്കെ ഇതൊക്കെ ചെയ്ത് തെറ്റ്, പക്ഷെ എന്നാലും ഈ സാധനം ഇപ്പൊ തൽക്കാലം അവർക്ക് തന്നെ കൊടുക്കുക, നിങ്ങൾക്ക് അപ്പുറത്ത് 5 ഏക്കർ തരാം. അവിടെയാണ് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇങ്ങനെ ബാക്കിയുള്ളവർ തരുന്ന 5 ഏക്കറിലല്ല ഇസ്സത്ത് എന്നുള്ള പാഠം കൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തെ ഭരണകൂടങ്ങൾ അതുപോലെ തന്നെ നീതിന്യായ വിധികൾ ഇതൊക്കെ ഇസ്സത്ത് മാത്രം കയ്യിൽ വെച്ച് ഹിക്മത്ത് നഷ്ടപ്പെടുമ്പോ പടച്ചവന്റെ കോടതിയിൽ മാലിക് യൗമിദ്ദീൻ, നാളെ ഒരു വിചാരണയുടെ കോടതി, ഇനി ഇവർക്കുള്ളത് ഇസ്സത്താണ്. ഈ വിധിച്ച 5 ജഡ്ജിമാർക്കുള്ളത് വലിയ ഇസ്സത്തുള്ള ജീവിതമാണോ? ഒരിക്കലും അല്ല, നിന്ദതയുള്ള ജീവിതം. കാരണം എല്ലാവർക്കും കിട്ടിയത് രാജ്യസഭാ സീറ്റാ. ഇവർ അടിമകളായി ജീവിക്കാൻ പോകണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അടിമകളായി തന്നെയാണ് തുടരുകയും ചെയ്യുക. അതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യർ അവരുടെ അധികാരത്തിലിരിക്കുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ കയ്യാളെല്ലാണ് എല്ലാം എന്ന് അവർ ധരിച്ചുകൊണ്ടിരിക്കെ അവർ വിധിക്കുന്നതെല്ലാം വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. എന്തൊരു കൂട്ടർ സമൂഹത്തിന് ദുരന്തം വിധിച്ചോ ആ ദുരന്തം അവരെ തന്നെ വന്ന് ചുറ്റുകയും പിഴിയുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ആ അജയ്യനും പ്രതാപവാനുമായ പടച്ചവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ വിശ്വാസത്തെ പ്രതിനിധീകരിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചവനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്
الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب سراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الفسق والفاسقين وأذل الظلم والظالمين وأذل الصهيونية يا رب العالمين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم انصر إخواننا بأرض غزة. اللهم انصرهم بنصرك العزيز على القوم الكافرين. اللهم كن معهم ولا تكن عليهم. اللهم دمر الصهيونية المكرة الجبرة القتلة. اللهم هدم حصونهم. اللهم أقل نفوذهم. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم شتت شملهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.